കായംകുളം താലൂക്ക് ആശുപത്രിയിൽ വനിതാ വാർഡിലെ ശുചിമുറി പൂട്ടിയിട്ടിട്ട് മാസങ്ങളായി. ടോയ്ലറ്റിലെ ബ്ലോക്ക് പരിഹരിക്കണമെന്ന് കാണിച്ച് നിരവധി തവണ ചെയർപേഴ്സണടക്കം കത്ത് നൽകിയിട്ടും നടപടിയില്ലാത്തതുകൊണ്ടാണ് പൂട്ടിയിട്ടിരിക്കുന്നതെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. നഗരസഭയും ആശുപത്രി അധികൃതരും പരസ്പരം പഴിചാരുമ്പോൾ വലയുന്നത് വാർഡിലെ രോഗികളും കൂട്ടിരിപ്പുകാരുമാണ്. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ സ്ത്രീകളുടെ വാർഡിൽ കഴിയുന്നവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ പുരുഷന്മാരുടെ വാർഡിലെത്തണം. ആശുപത്രിയിലെ സ്ത്രീകളുടെ മെഡിക്കൽ വാർഡിൽ കഴിയുന്ന രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും അവസ്ഥ ഇതാണ്. ഡെങ്കിപ്പനി അടക്കം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന നിരവധി രോഗികളാണ് വാർഡിലുള്ളത്. ഈ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും രാത്രി സമയങ്ങളിൽ പോലും പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പുരുഷന്മാരുടെ വാർഡിൽ പോകേണ്ട ഗതികേടാണ്. ബാത്റൂം ഉൾപ്പെടെ 5 സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ആ വാർഡുകളിൽ കിടക്കുന്ന വനിതകൾക്ക് ഒന്ന് ബാത്റൂമിൽ ഒന്ന് മൂത്രമൊഴിക്കാൻ പോകണമെങ്കിൽ അത് പുരുഷ വാർഡിലെ ബാത്റൂമുകളിലേക്ക് കടന്നു ചെല്ലേണ്ടുന്ന അവസ്ഥയാണ്. ബാത്റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വിസർജ്യം പോലും കെട്ടിക്കിടക്കുന്ന തരത്തിൽ കഴിഞ്ഞ 4 മാസക്കാലമായിട്ട് അത് ഉപയോഗിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള അവസ്ഥയിൽ കൂടിയാണ് വനിതാ വാർഡിലെ ബാത്റൂമുകളുടെയും ടോയ്ലറ്റുകളുടെയും അവസ്ഥ. വാർഡിലെ സ്ത്രീകൾക്ക് 4 മാസത്തോളമായി ഇതേ അവസ്ഥയാണ്. നഗരസഭ ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച ടോയ്ലറ്റാണിത്. എന്നാൽ ഇവിടെ മാലിന്യവും വെള്ളവും കെട്ടിക്കിടക്കുകയാണ്. മാലിന്യ ടാങ്കിലേക്ക് പോകുന്ന പൈപ്പിന്റെ പുറത്തുകൂടി സെപ്റ്റിക് മാലിന്യം ഒലിച്ചിറങ്ങി ആശുപത്രിയിൽ എത്തുന്നവരുടെ ദേഹത്ത് വീഴുന്നതും നിത്യസംഭവമാണ്. ഇത് ശുചിയാക്കി നൽകണമെന്ന് രോഗികളും കൂട്ടിരിപ്പുകാരും ആവശ്യപ്പെട്ടപ്പോൾ ശുചിമുറി അടച്ചുപൂട്ടി. ബ്ലോക്ക് പരിഹരിക്കണമെന്ന് കാട്ടി നിരവധി തവണ നഗരസഭാ ചെയർപേഴ്സണും ആരോഗ്യ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കും കത്ത് നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജി അറിയിച്ചു. ടോയ്ലറ്റ് സംവിധാനം മാത്രമല്ല, കുടിവെള്ളവും വാർഡുകളിൽ ലഭ്യമല്ല. റിപ്പോർട്ടർ, ആലപ്പുഴ.